ഹായ് ഹലോ, ഇന്ന് ഞാനുണ്ടല്ലോ നാസ് ബേക്കറിൻ്റെ ഒരു അടിപൊളി ബിരിയാണി റെസിപ്പി ചെയ്യാൻ പോണത്. ആദ്യമായിട്ടാണ് ഒരു മലബാർ ബിരിയാണി ഇത്രയും എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പോണത്. നമ്മൾ ഈ പാലക്കാട്ടുകാരായതുകൊണ്ട് ആ ചോപ്പ് ബിരിയാണിയോടാണ് ഒരു ഇഷ്ടം. എന്നാൽ ഇന്ന് മലബാർ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു വലിയ വരുന്നാളായിട്ട്. അപ്പോൾ നാസ് ബേക്കറിൻ്റെ റെസിപ്പിയാണ്. എനിക്കെന്തോ ഭയങ്കര ഒരു കോൺഫിഡൻസ് അടിപൊളി ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. റെസിപ്പി ഞാൻ കാണിച്ചു തരില്ല, എന്താ പറയട്ടെ, അവരുടെ ചാനലിൽ പോയി നോക്കിക്കോ. മറ്റൊരാളുടെ റെസിപ്പി എടുത്തിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത് ഓക്കെ, പക്ഷേ ആ റെസിപ്പി ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മോശമല്ലേ. അപ്പോൾ വീഡിയോ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ റിലേറ്റ് ചെയ്യാം. ടാറ്റയല്ല, നമുക്ക് പണികൾക്ക് കൊടുക്കാം. ആദ്യം തന്നെ ഞാനൊരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമുക്ക് പിന്നെ കാണാം. നമുക്കൊരു ഡിമ്മായിട്ടുണ്ട് അല്ലേ, പൗഡർ പോലും ഇട്ടിട്ടില്ല. അതാണ് ചെറിയ പെരുന്നാളിൽ വാങ്ങിയതിൻ്റെ ബാലൻസ് ആണ് കേട്ടോ. ഞാൻ ഒളിപ്പിച്ച് വെച്ചതാണ്, എന്നെ തന്നെ കാണാണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ എടുത്ത് കഴിക്കും. നല്ല കൈമ റൈസ് തന്നെ ഉണ്ടോ വാങ്ങാം. ഇതാണ് ഈ വീട്ടിലത്തെ എല്ലാ അൽക്കുലത്തെ സാധനങ്ങളും ഇട്ട് വെക്കുന്ന ഒരു പാത്രം എന്ന് പറയുന്നത്. അവർ പറഞ്ഞതേ 13 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി, അപ്പോൾ കറക്റ്റായിരിക്കുന്നതാണ്. പക്ഷെ എന്നാലും എനിക്കൊരു മനസ്സിലൊരു ചെറിയൊരു പേടി. അപ്പോൾ ഞാൻ ചെയ്തു, തുറന്നു നോക്കിയിട്ടാണ്. സംഭവം കുഴപ്പമൊന്നുമില്ല, ഇതുവരെ പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇത് വന്നിട്ടേ പാലിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കളിക്കാതാണ് കേട്ടോ. കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഈ ചോറിലിടയിൽ ആ മഞ്ഞ കളർ കാണുന്നത്. നമുക്ക് ദമ്മിടാം. സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ.